പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ തിരുവനന്തപുരം ചെമ്പനാകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാനൊരു ഗായികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനു മുമ്പ് ഒരു 3-4 തവണ അദ്ദേഹത്തിൻ്റെ ഗാനം ഇട്ടിരുന്നു. ഈ 3-4 ഗാനവും എനിക്ക് ഇവിടുന്ന് പുന്നപ്രയ്ക്ക് അയച്ചു തന്നാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരാഗ്രഹം ആ ഗായികയെ നേരിട്ട് കാണണമെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇല്ല നമസ്കാരം. അറിയോ? പിന്നെ ചുമ പിടിച്ച് യാത്ര ചെയ്ത് വന്നെ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഞാനും അമ്മയേ ഉള്ളു ഇപ്പൊ. അമ്മ എന്ത് അമ്മ വിളിച്ചേ? ഇതാണ് എന്റെ അമ്മ. ഞാൻ ഇപ്പൊ ഉള്ളത് അമ്മയും ഞാനും ഉള്ളു. അമ്മ പേരെന്താ? എന്റെ പേര് ലേഖ. ലേഖ. ഓക്കെ ഓക്കെ, സന്തോഷം. ഞാൻ 2-3 തവണ ചോദ്യയുടെ പാട്ടിട്ടായിരുന്നു, അറിയാലോ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്നൊരു ആഗ്രഹം, എനിക്ക് നേരിട്ട് വന്ന് കാണണമെന്ന്. അങ്ങനെ വന്നതാണ്. അപ്പൊ ചോദ്യയുടെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. അപ്പൊ പാട്ടൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ? ഒത്തിരി പേര് വിളിച്ചോ? ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോ തന്നെ ഒരുപാട് നല്ല നല്ല റിയാക്ഷൻസ് ഉണ്ടായി. നല്ല പഠിച്ചായിരുന്നു. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അഭ്യസിച്ചിട്ടില്ല. അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചു. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നേരുക. അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ സഹോദരൻ ഉണ്ട്, അനിയത്തി ഉണ്ട്. അനിയത്തി കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലാണ്. സഹോദരൻ ഇപ്പൊ സൗദിയിലാണ്, ഗൾഫിലാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ദൂരം വന്ന് മോളെ കാണാൻ. എന്നറിയാ, എനിക്ക് മോള് വീഡിയോ അയച്ചു തരില്ലേ? ഇവിടെ വന്ന് മോളെ കാണുന്ന ഒരു വലിയ ആഗ്രഹം. ചെമ്പനാകോട് അല്ലേ? ചെമ്പനാകോട്. ഓക്കെ. അപ്പൊ നമുക്ക് അധികം പ്രേക്ഷകരെ ദീർഘിപ്പിക്കേണ്ട, മോളൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിച്ചത്? സ്വർണ്ണമുഖില എന്ന് തുടങ്ങുന്ന ഗാനം. ഓക്കെ, സ്വർണ്ണമുഖില ഗാനം. അപ്പൊ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ചോദ്യ സുരേഷിന്റെ ഒരു ഗാനം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചോദ്യ സുരേഷാണ്. അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട പുന്നപ്ര മനോജ് ഏട്ടൻ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒത്തിരി ദൂരം സഞ്ചരിച്ചാണ് എന്നെ കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോ ഞാന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനൊരു സോങ്ങുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊരുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ മരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെപ്പോലെ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷ
സ്വപ്നമായി നീ മൂടി വയ്പ്പൂ ജീവനിൽ സ്വർണ്ണമുഖിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൽ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊരുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? അപ്പൊ ജ്യോതി സുരേഷ്, ഒരുപാട് സന്തോഷം. അപ്പൊ ഇങ്ങനെ മോള് 4 വീഡിയോ അയച്ചു തരുന്നു, അതെ, ഞാൻ ഇടുന്നു. അപ്പൊ അന്ന് പോലെ എന്റെ ഒരു ആഗ്രഹമാണ് മോളെ നേരിട്ട് കാണണമെന്ന്. അപ്പൊ എനിക്ക് കാണാൻ സാധിച്ചാലും മോളൊരു പാട്ട് നേരിട്ട് ഇടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം. ആണോ? അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി ദൂരെ നിന്നല്ല എന്നെ കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ചേട്ടൻ വന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം മോളുടെ ഈ പാട്ട് പ്രിയ പ്രേക്ഷകർ സ്വീകരിക്കട്ടെ, സപ്പോർട്ട് ചെയ്യട്ടെ. സ്വീകരിക്കും. അപ്പൊ നമ്മുടെ ജ്യോതി സുരേഷ് കുഞ്ഞിന്റെ പാട്ട് പ്രിയ പ്രേക്ഷകർ സ്വീകരിക്കണം, കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ മോനെ? ഓക്കെ താങ്ക് യു.